ഇനിയൊരു സ്പോർട്സ് വാർത്തയിലേക്കാണ്. കൊൽക്കത്ത ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. 124 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 93 റൺസിന് പുറത്തായി. 4 വിക്കറ്റ് വീഴ്ത്തിയ സിമോൺ ഹാമറാണ് ഇന്ത്യയെ തകർത്തത്. 31 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. പരിക്കേറ്റ നായകൻ ശുഭ്മാൻ ഗിൽ കളിക്കാത്തതും ഇന്ത്യക്ക് തിരിച്ചടിയായി. ഖിലാഫ് അഹമ്മദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, എന്തായാലും ഒരു 200 റൺസ് പോലും ഒരു ഇന്നിംഗ്സിലും നേടാൻ കഴിയാത്ത തരത്തിൽ ബൗളർമാർക്ക് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഇന്നിംഗ്സാണ് ഇത്തവണ ഉണ്ടായ 4 ഇന്നിംഗ്സും നമ്മൾ കണ്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് ക്യാപ്റ്റൻ കളിക്കാത്തത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. തീർച്ചയായും രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്ന് കളിക്കാത്തത് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിലാണ് താരത്തിന് പരിക്കേറ്റത്. പിന്നാലെ ഇന്ന് തന്നെ താരം കളിക്കാൻ എത്തില്ലെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പിന്നാലെ ഇന്ന് 30 റൺസിൻ്റെ തോൽവിയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കൊൽക്കത്തയിൽ വഴങ്ങിയത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു താരങ്ങൾക്കും, അതായത് ഒരു മികച്ചൊരു ഇന്നിംഗ്സ് പടുത്തുയർത്താൻ സാധിച്ചില്ല എന്നത്. ഒരു ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു താരങ്ങൾക്കും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതേപോലെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ന് ഷിമോൺ ഹാമറിൻ്റെയും അതേപോലെ തന്നെ മാർക്കോ യാൻസന്റെയും പ്രകടനം ദക്ഷിണാഫ്രിക്കയെ നിരയിലെ ആ ഒരു ബോളർമാരുടെ കരുത്തിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയം സമ്മാനിച്ചത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ആദ്യം തന്നെ സ്കോർ ബോർഡിൽ 1 റൺസ് തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ 2 വിക്കറ്റുകളാണ് ഇന്ത്യയുടെ വീണത്. അതും ഓപ്പണർമായിട്ടുള്ള യശസ്വി ജയ്സ്വാളും അതേപോലെ തന്നെ KL രാഹുലിൻ്റെ വിക്കറ്റുകൾ വീഴ്ത്തി. പിന്നാലെ ധ്രുവ് ജുറലും പിന്നീട് വന്ന വാഷിംഗ്ടൺ സുന്ദറും കൂടി ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും ഇരു താരങ്ങൾക്കും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ 124 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഏറ്റവും അവസാനം 93 റൺസിന് പുറത്താവുകയായിരുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കൊൽക്കത്ത പിച്ച് ബാറ്റിങ്ങിനും അതേപോലെ തന്നെ ബൗളിങ്ങിനും അനുയോജ്യമായ പിച്ചായിരിക്കും ഒരുക്കുന്നതെന്ന് ക്യൂറേറ്റർ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മൾ ഇത് കണ്ടത്. ഇതിൽ സ്പിന്നർമാർക്ക് അനുകൂലമായ പിച്ചായിരുന്നു ഇരു ഇന്നിംഗ്സിലും നമ്മൾ കണ്ടത്. ഇതിൽ നേരത്തെ തന്നെ, അതായത് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ സ്പിന്നർമാർ വിക്കറ്റുകൾ വീഴ്ത്തുന്നു. അതേപോലെ തന്നെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ സ്പിന്നർമാരിൽ തന്നെയാണ് കരുത്തുകൂട്ടി ഇന്ത്യയും വീഴ്ത്തിയത്. അതേപോലെ തന്നെ തിരിച്ചടി, അടിക്ക് തിരിച്ചടി എന്ന മറുപടിയിലായിരുന്നു ബോളർമാരുടെ പ്രകടനം. എന്തായാലും ഈ ഒരു മത്സര തോൽവിയോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ വീണ്ടും പരുങ്ങുന്ന ഒരു സ്ഥിതിയിലാണ്. രുചീഷ്, ശരി ഖിലാഫ്, എന്തായാലും സ്വന്തം മണ്ണിൽ 124 റൺസ് ചേസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ശുഭ്മാൻ ഗിൽ കളിച്ചില്ല എന്ന് മാത്രമല്ല 6 താരങ്ങൾക്ക് 2 അക്കം കാണാനും സാധിച്ചില്ല.